അയ്യപ്പേട്ടാ, ഇപ്പോൾ CSR റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതായത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രേഖപ്പെടുത്തിയതിൽ ഇന്ത്യ കൃത്രിമം കാണിച്ചു എന്നതാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഇതിൽ വ്യാപകമായി ഒരു കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ കേരളത്തിന്റെ കണക്കുകളിലാണ് പറയുമ്പോൾ 44,721 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ CSR റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് 66,655 മരണങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ 1.5 വ്യത്യാസമുണ്ട്. അതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ കഴമ്പുണ്ട് എന്ന് തന്നെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും കഴമ്പുണ്ടാവും. അതായത് കഴിഞ്ഞ LDF ഭരണകാലത്താണ് ഇത് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഒരു ഭരണ സംവിധാനത്തിൽ കേരളത്തിലെ ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ട് ഒരിക്കൽ കോൺഗ്രസ് വരികയാണെങ്കിൽ അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ LDF, UDF. ഇത് UDF ഭരണത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ കള്ളക്കണക്കെല്ലാം പൊളിഞ്ഞു വന്നേനെ. കാര്യം രാഷ്ട്രീയമായിട്ട് പ്രതിയോഗികൾ എപ്പോഴും തങ്ങളുടെ പ്രതിയോഗികളെ കൊച്ചാക്കാനേ നോക്കുള്ളൂ. ഇവിടെ അതേ ഭരണം വരുമ്പോൾ അങ്ങനെ അഥവാ ഒരു രേഖ വന്നാലും ഇത് മൂടി വെക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ആവശ്യം കൂടെയാണ്. അത് മൂടി വെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന രേഖകൾ യുണിസെഫുമായി ബന്ധപ്പെട്ട് ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടാണ്. ഇത് കറക്റ്റാണ് ഈ കണക്ക്. കാര്യം നമുക്ക് തന്നെ അറിയാമല്ലോ, 10 മരണങ്ങൾ ഉണ്ടായാൽ, ഒറ്റ ഉദാഹരണം പറയാം, ഈ സംഭവങ്ങൾ ഈ കോവിഡ് പിന്നെ നടക്കുന്ന ആ സെനേറിയോ ഉള്ള ആ സമയത്ത് എന്താ ഇവിടെ സംഭവിച്ചത്? ഈ പറയുന്ന അതിൻ്റെ ആരോഗ്യരംഗത്തെ ഒരു മന്ത്രി ഇവിടെയുണ്ട്, ആരോഗ്യമന്ത്രിയുണ്ട്. ഈ ആരോഗ്യമന്ത്രി ഇതിൽ അവരുടെ വ്യക്തമായ ഇൻവോൾവ്മെൻറ്റും ഒരു ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ അവരുടെ പെർഫോമൻസ് നടത്തുന്ന അവസരത്തിൽ ഞാനാണ് കാരണവർ ഇതിൻ്റെ എല്ലാം. അതായത് നമ്മൾ അല്പം മുമ്പ് ഒരു സംസാരത്തിൽ പറഞ്ഞു ദ ലെജൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പ്രകീർത്തിക്കാൻ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ. ആ ദ ലെജൻഡിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് പേപ്പർ തോണി ഉണ്ടാക്കിയിട്ടെന്ന് അദ്ദേഹം എന്നായിരിക്കും ലെജൻഡിൽ ഉണ്ടാവുക കയറി വരാൻ. അവിടെ കഷ്ടപ്പെട്ട് കടപ്പുറത്തുകാരായ നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾ പണിയെടുത്തതാണ്. മത്സ്യത്തൊഴിലാളികളാണ്. ഞാനിവിടെ എറണാകുളത്തുണ്ട്, ഞാൻ കണ്ടതാണ്. ഞാൻ 2018 നമ്മളെല്ലാവരും, ഞാൻ ഈ പറയുന്ന വെള്ളപ്പൊക്കത്തിന് ഞാൻ എറണാകുളത്തുള്ളവനാണ്. നമ്മൾ കണ്ടതാ, ഞാനെന്ന് പറയുന്നില്ല, നമ്മളടങ്ങുന്ന ഈ എൻ്റെ കൂടെയുള്ള നാട്ടുകാർ കണ്ടതാണ് എന്ത് രക്ഷാപ്രവർത്തനമാണ് ഇവിടെയുള്ളവർ സ്വയമേ ചെയ്തതെന്ന്. അപ്പോൾ എന്ത് ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് അങ്ങ് തനിക്ക് കൊണ്ടുപോവുക എന്നുള്ള പേപ്പർ തോണി ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു ഹാസ്യരൂപേണ പറഞ്ഞതാ. അപ്പോൾ അത്തരത്തിൽ ലെജൻഡിൽ അത് പറയും. കോവിഡിന് മരുന്ന് കൊടുത്തത് പറയും. ഈ മരുന്ന് കൊടുത്തതും എല്ലാം ശരി തന്നെ. പക്ഷേ ഇത് നമ്മൾ ഈ പറഞ്ഞ കണക്കിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഭരണം കൂടെ വരുമ്പോൾ, ഇപ്പോൾ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നു, അവരെത്ര വന്നു, അവരെത്ര രംഗത്ത് ഇവിടെ കൊണ്ടുവന്നു, PP കിറ്റ് വാങ്ങി, അതിൽ അഴിമതി ഉണ്ടെന്ന്. അതായത് ഈ ശൈലജ ടീച്ചറാണ് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ സമയത്തെയും ആദ്യം വൈകിട്ട് പത്രസമ്മേളനങ്ങളിൽ തീർച്ചയായിട്ടും വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വിവരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശൈലജ ടീച്ചർക്ക് റീച്ച് വരാൻ തുടങ്ങി. തീർച്ചയായിട്ടും ആ സമയത്ത് ആ ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് വളരെ വിദഗ്ധമായി മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്ന പത്രസമ്മേളനം നടത്താൻ തുടങ്ങി. അത് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇതിനെ പിടിച്ചുകെട്ടി എന്നുള്ള നിലയിൽ വളരെ ആരോഗ്യ കേരളം മികച്ചത് എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഇന്റർനാഷണലി ന്യൂസുകൾ പോയിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു അതിന് വേണ്ടുന്ന ഒരു അംഗീകാരം കിട്ടുമ്പോൾ അത് വാങ്ങാൻ പോകാൻ പോലും അനുവദിച്ചില്ല. അപ്പൊ ഈ പറയുന്ന കളികളെല്ലാം നടക്കുമ്പോൾ ഇതിലെ ഒരു അന്തരം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിൽ സർക്കാർ തെറ്റുകാരി ആര് ഇത് ചൂണ്ടി വരുന്നത് ശൈലജയുടെ ശൈലജയെ പറയുമ്പോൾ അതിന് മുകളിൽ ഇരുന്നുകൊണ്ട് എല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരാളുണ്ട്. അയാളിലേക്കല്ലേ, ആ വ്യക്തിയിലേക്കല്ലേ, ആ നേതാവിലേക്കല്ലേ, ആ മന്ത്രിയിലേക്കല്ലേ പോകേണ്ടത്, വിരൽ ചൂണ്ടേണ്ടത്. പ്രജിത, PP കിറ്റ് വിവാദം ഇവിടെ വന്നു. ഈ PP കിറ്റ് വിവാദം വന്നപ്പോ ശൈലജയുടെ തലയിലല്ലേ പോയത്, അല്ലാതെ ഈ ഇരിക്കുന്ന വിദ്വാന്റെ തലയ്ക്ക്. ശൈലജ ടീച്ചർ കൃത്യമായി അതിന് മറുപടി കൊടുത്തു, പറഞ്ഞല്ലോ. അതോടുകൂടി ശൈലജയോടുള്ള പിന്നെ ആ ഒരു അടുപ്പം തീർന്നല്ലോ. മറ്റേ യാത്ര ഉണ്ടായിരുന്നല്ലോ, കൊടികെട്ടിയ ബസ്സിലെ യാത്ര, നവകേരള യാത്ര. മട്ടന്നൂര് നടത്തുമ്പോ ഇവരെ വേദിയിൽ വെച്ച് ആക്ഷേപിച്ചു മഹാൻ വിജയേട്ട എന്ന് പറഞ്ഞ് ചെന്നപ്പോ ഏത് വിജയേട്ടൻ?
അത് മാത്രമല്ല, അതിൽ ആക്ഷേപിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഉണ്ടായത് എന്താണ്? ശൈലജ ടീച്ചർ സംസാരിക്കുമ്പോൾ സമയം അധികരിച്ചു പോയി. അവിടുത്തെ MLA ആണ്. അതാണ് MLAക്ക് ചില കാര്യങ്ങൾ ഒരു പൊതുസമ്മേളനത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ നാട്ടുകാരോട് പറയേണ്ടതായിട്ടുണ്ട്. അതിനും മറുപടി വന്നു. ശൈലജ ടീച്ചർക്ക് അംഗീകരിക്കാവുന്നതിനും സഹിക്കാവുന്നതിനൊക്കെ അപ്പുറമായിരുന്നു ആ അധിക്ഷേപം. അതിന് കൃത്യമായി മറുപടി പറഞ്ഞു. അതാണ് പറഞ്ഞത്, ഞാൻ MLA ആയിരിക്കെ എൻ്റെ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, സർക്കാരിനെ കുറിച്ചും സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട്. അതെനിക്ക് പറയുക തന്നെ വേണം. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ശ്രീമതി ടീച്ചറിനെ എന്തിനാണ് ക്ഷണിതമായി വെച്ചത് നിങ്ങൾക്കറിയും? ശൈലജ CC-യിലോട്ട് വരരുത്. KK ശൈലജ CC-യിൽ പാർട്ടിയുടെ, ഞാൻ പറയുന്ന പാർട്ടിക്കകത്ത സംഘടനയ്ക്കകത്ത കാര്യമാണ്. ശൈലജ തല പൊക്കരുത്. അവിടെ ശൈലജ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ പെർഫോമൻസ് മുതൽ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരണമെന്ന് പേര് വന്നപ്പോൾ മുതൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ എതിരാളി, സ്വന്തം പാർട്ടിക്കകത്ത രാഷ്ട്രീയ എതിരാളി, ഈ PP കിറ്റ് വിവാദം പോലെ തന്നെ ഇത് ശൈലജയ്ക്കെതിരെയുള്ള മറ്റൊരു കൊട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അതെ, ഇപ്പൊ ഈ പറയുന്ന റിപ്പോർട്ടിലേക്ക് തന്നെ വരുമ്പോൾ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയുള്ള വിവരങ്ങൾ വരുമ്പോൾ അത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർക്ക് തലയിൽ വെക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി വിദഗ്ധമായിട്ട് തന്നെ നടത്തുക. ഒന്നാമത് ശൈലജ ടീച്ചറെ എങ്ങനെയെങ്കിലും മൂലക്കിരുത്തുക എന്നുള്ളത്. ഇപ്പൊ തന്നെ ശൈലജയെ പാർട്ടിയിൽ നിന്നും വേണ്ടപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റുകയാണ്. അപ്പോൾ ഒതുക്കി ഒരു മൂലക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ പൊട്ടിത്തെറിക്കാനുള്ള അവകാശം ശൈലജയ്ക്കുമില്ലേ? അതവർക്ക് ഉണ്ടാവില്ല. അതാണ് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ കണ്ണൂർ ഘടകത്തിന്റെ പ്രത്യേകത. കണ്ണൂർ ഘടകത്തിന്റെ പ്രത്യേകത മാത്രമല്ല, അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയുടെ നീക്കം തന്നെയാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറയുന്ന റിപ്പോർട്ടുമേലുള്ള ഈ അന്തരം വരുമ്പോൾ ഇനി നമ്മുടെ സഖാക്കൾ അത്രയും ചർച്ച ചെയ്യുന്നത് ആ സമയത്തുണ്ടായിരുന്ന ഞാൻ പറഞ്ഞതുപോലെയുള്ള ആരോഗ്യമന്ത്രിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോഴും തലയെക്കുറിച്ച് ഒരു കാര്യവും പറയില്ല. തലയെക്കുറിച്ച് പറയാനേ ഇച്ചിരി ആംബിയർ വേണം, അപ്പോഴ് നട്ടല് വേണം. ഇപ്പൊ ഈ അത് ഈ പാർട്ടിയുടെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ കാലാകാലങ്ങളായി ആരാണോ മേൽത്തട്ടിലുള്ളത് അവരെ സ്തുതി പാടിക്കൊണ്ട് നിൽക്കുന്ന കുറേ കോഞ്ഞാമളകളാണ് ഈ സംഘടനയ്ക്കകത്തുള്ളത്. അങ്ങനെയുള്ളവന്മാർ ഇപ്പം ബേബി വന്നപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടു, ബേബി ഈ പഴയ VS പക്ഷത്തെയും കുറേ പേരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന്. അത് ബേബിയുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, സഹികെട്ടി നിൽക്കുന്ന അത്തരത്തിലുള്ള കുറേ പാർട്ടി പ്രവർത്തകർ ഇതിനകത്തുണ്ട്. സഹികെട്ടി 20 കൊല്ലമായി അപ്രമാദിത്വം സഹിക്കവയ്യാതെ നിൽക്കുന്ന പാർട്ടിക്കകത്ത് നിരവധി പേരുണ്ട്. അവരിത് ഒരിക്കൽ അണ പൊട്ടി ഇത് പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ നമുക്കിതിൽ പറയാനുണ്ട്, CPM എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ, ഇപ്പോൾ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയ കഥ നമ്മൾ പറഞ്ഞല്ലോ, ശൈലജയെ ഒതുക്കാനായി പൊങ്ങി വരണ്ട എന്നുള്ളത്. ഈ PK ശ്രീമതി എന്ന് പറയുന്ന നേതാവിനെ നിങ്ങൾക്കിവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞ് ചോദിച്ചത് 2 ആഴ്ച മുമ്പാണ്, ഓർമ്മയുണ്ടല്ലോ. ഈ 2 ആഴ്ച മുമ്പ് അവരെ ഇവിടുന്ന് AK സെന്ററിൽ നിന്ന് ഇറക്കി വിടത്തക്ക രീതിയിൽ പറയുമ്പോൾ പാർട്ടി ബൈലയിലുള്ള കാര്യം അന്ന് തിരിച്ചു ചോദിക്കാൻ, അതായത് ഒരു CC മെമ്പർ എന്ന രീതിയിൽ ഇന്ത്യക്കകത്ത് ഏത് സംസ്ഥാന കമ്മിറ്റിയിലെയും പാർട്ടി പരിപാടി, ഞാൻ വിഷയം മാറിപ്പോകുന്നതല്ല, സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിപാടികൾ പങ്കെടുക്കാമെന്ന് പാർട്ടിയിലെ സംഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാർട്ടി സംഘടനാ റിപ്പോർട്ടിനകത്ത് പാർട്ടി സംഘടനയെ കുറിച്ച് പറയുന്ന ഭാഗത്തുണ്ട്. അത് മറന്നുപോയി ഇവിടുത്തെ മാപ്രകൾ. ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ വളച്ചുകെട്ടി പറഞ്ഞു ഡൽഹിയിലാണ് അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവായിരുന്നുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ചുരുക്കത്തിൽ അന്ന് ശൈലജയെ വെട്ടാനായി കൂത്തുപറമ്പിൽ നിർത്തിയ ആളാണ് ഈ പറയുന്ന ശൈലജയല്ല, ശ്രീമതിയെ വെട്ടാനായി പാർട്ടി നിയോഗിച്ച ആളാണ് ശൈലജ. ഇപ്പൊ ശൈലജയെ ഒതുക്കി കണ്ണൂരിനി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ കൊണ്ടുവരാനായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദിവ്യ ഉണ്ടല്ലോ, ദിവ്യ കണ്ണൂർ ഭാഷയിൽ ഏടത്തി എന്ന് പറയും. അപ്പോൾ ശൈലജേടത്തിയെ മാറ്റിയിട്ട് ദിവ്യേടത്തിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഒന്നുകൂടെ അത് പ്രിയ തന്നെ പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ചോളൂ. ഈ കള്ളക്കണക്കിലൂടെ പിണറായി ലക്ഷ്യം വെക്കുന്നത് എന്ത്?
ഈ കള്ളക്കണക്കിലൂടെ പിണറായി ലക്ഷ്യം വെക്കുന്നത് ആരോഗ്യരംഗത്ത് മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം കേരളം നടത്തി എന്നുള്ളതാണ് അതുവരെ പറഞ്ഞിരുന്നത്. രണ്ടാമതൊരു ഭരണം കിട്ടാൻ കാരണമായിരുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പേര് പോകരുത് എന്നുള്ള ഒരു കാര്യം ദൃഢനിശ്ചയം പിണറായിക്കുണ്ടായിരുന്നു. ഇനി ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് എങ്ങനെയായിരിക്കും CPM ഇതിനെ നേരിടാൻ പോകുന്നത്? CPM ഇത് എന്താ പറയുക, നമ്മുടെ രാജ്യം ഒട്ടാകെയുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ മുന്നേറ്റമായിരുന്നു ലോകരാഷ്ട്രങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് കേരളം ഇപ്പോഴും ഇനിയും ഈ റിപ്പോർട്ട് വരുമ്പോഴും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും.